ഇന്നത്തെ റോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് CM Punk ആണ് വന്നത്. പിന്നീട് CM Punkന്റെ സെഗ്മെന്റ് ആണ് നടന്നത്. അപ്പോൾ ഈ സെഗ്മെന്റിൽ CM Punk എന്താണ് സംസാരിച്ചത് എന്ന് പറയുന്നതിനേക്കാൾ മുൻപായിട്ട് ഇന്നത്തെ റോ എപ്പിസോഡ് 2 hour ഷോ ആയിട്ടാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ന്യൂസ് ഉണ്ടായിരുന്നു. അതായത് ഒക്ടോബർ മാസം മുതൽ USA നെറ്റ്വർക്ക് 2 മണിക്കൂർ ഷോയാണ് ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ 2 മണിക്കൂർ ആയതുകൊണ്ട് തന്നെ നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് റോ എപ്പിസോഡ് മുന്നോട്ട് പോയിട്ടുണ്ട്. അനാവശ്യമായിട്ടുള്ള മാച്ച് കാര്യങ്ങളൊന്നും ഇന്ന് കാണേണ്ടി വന്നിട്ടില്ല. എന്നാലും എപ്പോഴും 3 മണിക്കൂർ റോ എപ്പിസോഡ് കണ്ട് ഇന്ന് 2 മണിക്കൂർ കൊണ്ട് റോ എപ്പിസോഡ് തീർന്നപ്പോൾ എന്തോ പോലെ തോന്നി. നിങ്ങൾക്കും അങ്ങനെ ഫീൽ ആയോ എന്ന് കമന്റ് ചെയ്യുക. എന്തായാലും ഇപ്പൊ ചെയ്തിട്ടുള്ളത് നല്ല കാര്യമാണ്. 2025 വരേക്കും ഇനി 2 മണിക്കൂർ ഷോ ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. നോക്കാം നെക്സ്റ്റ് വീക്കൊക്കെ എങ്ങനെയാകുമെന്ന്. ഇനി CM Punk പറഞ്ഞത് എന്താണ് എന്ന് നോക്കാം. അപ്പോൾ CM Punk പറഞ്ഞത് ഹെൽ ഇൻ എ സെൽ മാച്ചിനെ പറ്റിയാണ്. അതായത് ഇന്നലെ ബാഡ് ബ്ലഡിൽ നടന്ന ഡ്രൂ മെക്കൻഡയറിന്റെ കൂടെയുള്ള മാച്ചിനെ പറ്റി. അതായത് ഹെൽ ഇൻ എ സെൽ മാച്ച് ഒരു മരണത്തിന് തുല്യമാണ്, അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പിലൊക്കെ CM Punk മുൻപ് സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് ഈ സെഗ്മെന്റിലും സംസാരിച്ചിട്ടുള്ളത്. അതായത് വളരെയധികം ബുദ്ധിമുട്ടാണ് ഹെൽ ഇൻ എ സെൽ മാച്ചൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. വളരെയധികം പ്രശ്നങ്ങൾ അവർക്ക് 2 പേർക്കും ആ ഒരു മാച്ചിൽ സംഭവിച്ചിട്ടുണ്ട്. CM Punkനും ആ മാച്ചിൽ ഇഞ്ചുറി സംഭവിച്ചു. അതുപോലെ തന്നെ ഡ്രൂ മെക്കൻഡയറിനും വലിയൊരു ഇഞ്ചുറി എല്ലാം സംഭവിച്ചു. ഡ്രൂ മെക്കൻഡയർ ഇനി കുറച്ച് നാളത്തേക്ക് WWE വരില്ല. അവൻ മാത്രമല്ല, ആ ഒരു ഹെൽ ഇൻ എ സെൽ മാച്ച് കാരണം ഞാനും ഇനി കുറച്ച് നാളത്തേക്കൊന്നും WWE വരില്ല എന്നൊക്കെയാണ് CM Punk പറഞ്ഞത്. അപ്പോൾ ഇഞ്ചുറി എല്ലാം മാറി നിങ്ങളുടെ പഴയ CM Punk ആയി ഞാൻ വീണ്ടും തിരികെ വരും. ഈ ഒരു ടൈപ്പിലൊക്കെയാണ് ഈ സെഗ്മെന്റ് കൊണ്ടുപോയിട്ടുള്ളത്. അതുപോലെ തന്നെ CM Punk പറയുന്നുണ്ട് ഇനി താൻ പോയി തൻ്റെ വൈഫിനെ കാണണമെന്നും, അതുപോലെ തന്നെ CM Punkന്റെ കയ്യിൽ നിന്നും ഡ്രൂ മെക്കൻഡയർ ഊരിയെടുത്ത ആ ഒരു ബ്രേസ്ലെറ്റ് എല്ലാം പുതിയത് കൊണ്ടുവരുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഇവരുടെ സ്റ്റോറി ഇതോടുകൂടി അവസാനിച്ചു. അങ്ങനെ CM Punk തീം മ്യൂസിക് എല്ലാം പ്ലേ ചെയ്ത് പോകാൻ നോക്കുമ്പോൾ അവിടെ സെത്ത് റോളൻസ് വരുന്നതായിട്ടും, സെത്ത് റോളൻസ് വന്നതിന് ശേഷം CM Punkമായി ഫേസ് ടു ഫേസ് നോക്കി ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ഇവർക്ക് തമ്മിലുള്ള സ്റ്റോറിയുടെ ഒരു വലിയ സ്റ്റാർട്ടിങ് ഇന്ന് റോ എപ്പിസോഡിൽ കാണിച്ചിരുന്നു. അതായത് ഇവരുടെ റെസൽമേനിയ മാച്ചിന്റെ. പിന്നീട് സെത്ത് റോളൻസ് റിങ്ങിൽ വന്ന് മൈക്കെടുത്ത് സംസാരിച്ചു. അപ്പോൾ CM Punkനെ ജസ്റ്റ് ഒന്ന് കളിയാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് CM Punk എന്ന് മെൻഷൻ ചെയ്യാതെ ബേബിക്ക് ഇഞ്ചുറി സംഭവിച്ചു. ബേബി ഇനി ഇഞ്ചുറി മാറി തിരിച്ചു വരട്ടെ, എന്നിട്ട് വേണം എനിക്ക് ഇഞ്ചുറി ആക്കാൻ. ഈ ഒരു ലെവലിലൊക്കെ സെത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ബാഡ് ബ്ലഡിൽ നടന്ന മാച്ചുകളെ പറ്റിയെല്ലാം സംസാരിച്ചുകൊണ്ട് സെത്ത് മുന്നോട്ട് പോകും. അവസാനം സെത്ത് പറയുന്നത് കോഡി റോഡ്സ്, റോമൻ റെയിൻസ് ഇവരുടെ ടാഗ് ടീം മാച്ചും ആ മാച്ചിൽ വിൻ ചെയ്ത കാര്യത്തെ പറ്റിയൊക്കെയാണ്. പിന്നീട് റോമൻ റെയിൻസിന്റെ കൂടെ കോഡി റോഡ്സ് ടീമായത് അത് അവന്റെ ഇഷ്ടമാണ്, എനിക്ക് റോമൻ റെയിൻസിന് താല്പര്യമില്ല. ഈ ഒരു ലെവലിലെല്ലാം സെത്ത് പറയുന്നുണ്ട്. അവസാനം സെത്ത് ഫാൻസിനോട് പറയുന്നത് ഞാൻ ഇപ്പോൾ ട്രാക്ക് മാറി പോയി എന്ന് തോന്നുന്നു, ഞാൻ വീണ്ടും പഴയ ട്രാക്കിലേക്ക് വരാം. ഈ ഒരു ലെവലിൽ പറഞ്ഞുകൊണ്ട് ബ്രോൺസൺ റീഡുമായിട്ടുള്ള മാച്ചിനെ പറ്റി പറയും. അതായത് ബ്രോൺസൺ റീഡ് പറയുന്ന സ്ഥലത്ത്, ബ്രോൺസൺ റീഡ് പറയുന്ന സമയത്ത് സെത്ത് റോളൻസ് മാച്ച് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഗ്മെന്റ് എല്ലാം അവസാനിപ്പിച്ച് സെത്ത് റോളൻസിന്റെ തീം മ്യൂസിക് പ്ലേ ആയി സെത്ത് സെലിബ്രേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ IC ചാമ്പ്യനായ ജെയ് യൂസോയുടെ തീം മ്യൂസിക് പെട്ടെന്ന് പ്ലേ ആകുന്നതായിട്ടും ജെയ് യൂസോ അവിടെ വന്നുകൊണ്ട് സെത്ത് റോളൻസിനെ ജസ്റ്റ് ഒന്ന് നോക്കി പോകുന്നത് പോലെയും ഈ സെഗ്മെന്റിൽ കാണിച്ചിരുന്നു. 2 സ്റ്റോറിക്കുള്ള ഒരു സ്റ്റാർട്ടിങ് ഇന്ന് WWE കാണിച്ചിട്ടുണ്ട്. പിന്നീട് IC ചാമ്പ്യൻ ജെയ് യൂസോ വേഴ്സസ് സേവിയർ വുഡ്സ് ഇവർക്ക് തമ്മിലുള്ള IC ചാമ്പ്യൻഷിപ്പ് മാച്ച് നടന്നു. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല മാച്ചായിട്ടാണ് ഈ മാച്ച് തോന്നിയത്. ഈ മാച്ചിൻ്റെ അവസാനത്തിൽ സേവിയർ വുഡ്സ് ജമ്പ് ചെയ്തുകൊണ്ട് ജെയ് യൂസോനെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയെങ്കിലും ജെയ് യൂസോ അപ്പോൾ തന്നെ ഒരു സൂപ്പർ കിക്ക് ചെയ്ത് പിന്നീട് ജെയ് യൂസോയുടെ ഫിനിഷറും കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ ജെയ് യൂസോയാണ് വിൻ ചെയ്ത് സ്റ്റിൽ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായത്. അതിനുശേഷം കോഫി കിസ്റ്റൻ ജെയ് യൂസോയ്ക്ക് എല്ലാം ഷെയ്ക്കൻ്റെ ഒക്കെ കൊടുത്തുകൊണ്ട് സേവിയർ വുഡ്സിനോട് ഷെയ്ക്കൻ്റെ എല്ലാം കൊടുക്കാൻ പറയും. എന്നാൽ സേവിയർ വുഡ്സ് റിങ്ങി വിട്ട് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുന്നതായിട്ടും, പിന്നീട് ജെയ് യൂസോ റിങ്ങിൽ നിൽക്കുമ്പോൾ ബ്രോൺ ബ്രേക്കർ വീണ്ടും അവിടെ വന്നുകൊണ്ട് ജെയ് യൂസോനെ സ്പിയർ ചെയ്ത് അറ്റാക്ക് ചെയ്തു. ശേഷം കോഫി കിസ്റ്റൻ സേവ് ചെയ്യാൻ പോകാമെന്ന് പറയുമ്പോൾ സേവിയർ വുഡ്സ് സമ്മതിക്കില്ല. പിന്നീട് കോഫി കിസ്റ്റൻ റിങ്ങിൽ കയറി ജെയ് യൂസോനെ സേവ് ചെയ്യാൻ നോക്കിയെങ്കിലും കോഫി കിസ്റ്റനെയും ബ്രോൺ ബ്രേക്കർ മറ്റൊരു സ്പിയർ ചെയ്തു. ശേഷം ബ്രോൺ ബ്രേക്കർ വീണ്ടും റിങ്ങിന് ചുറ്റും ഓടി വന്നുകൊണ്ട് സേവിയർ വുഡ്സിനും ഒരു സ്പിയർ കൊടുത്തു. അപ്പോൾ ബ്രോൺ ബ്രേക്കർ കഴിഞ്ഞ ആഴ്ച ഒന്ന് പറഞ്ഞതാണ് ജെയ് യൂസോനെ ഇനി അറ്റാക്ക് ചെയ്യില്ല, മാച്ച് ചെയ്യില്ല എന്നൊക്കെ.
അതും തന്നെയുമല്ല ആ സമയത്തൊക്കെ ഫാൻസിന്റെ സപ്പോർട്ട് നന്നായിട്ട് കിട്ടിയിരുന്നു. ചിലപ്പോൾ ക്രൗൺ ജുവലൊക്കെ കഴിഞ്ഞതിന് ശേഷം ബ്രോൺ ബ്രേക്കറെ ഫേസ് ആക്കാൻ വേണ്ടിയിട്ടായിരിക്കാം എന്ന് തോന്നുന്നു. അതിനുശേഷം മിസ് കെരിയൻ ക്രോസ് ഇവരുടെ സെഗ്മെന്റ് കാണിച്ചു ബാക്ക് സ്റ്റേജിൽ. അപ്പൊ മിസ് പറയുന്നത് ഞാൻ ഫൈനൽ ടെസ്റ്റ്മെന്റ് ടീമിലൊന്നുമില്ല, എന്റെ കാര്യം നോക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അതേസമയം വൈറ്റ് സിക്സിന്റെ അതായത് അങ്കിൾ ഹൗഡി ടീമിന്റെ വാർണിംഗ് മെസ്സേജ് പോലെയും അവിടെ വന്നിരുന്നു. അതായത് അടുത്ത ടാർഗറ്റ് മിസ്സാണ് എന്ന ലെവലില്. പിന്നീട് അവിടെ ആർട്ടൂത്ത് വന്നുകൊണ്ട് ഒരു ഫൺ പോലെയെല്ലാം സംസാരിച്ച് മിസ് എന്തിനാണ് തന്നെ അറ്റാക്ക് ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീട് ആർട്ടൂത്തിനോട് മിസ് പറയുന്നത് നീ എന്നെ എപ്പോഴും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാകുന്നില്ല, നമ്മൾക്കൊരു കാര്യം ചെയ്യാം, നമ്മൾക്ക് തമ്മിൽ അടുത്ത ആഴ്ച ഒരു സിംഗിൾസ് മാച്ച് നടത്താം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർക്ക് തമ്മിലുള്ള മാച്ച് വെക്കും. അത് കണ്ട് കെരിയൻ ക്രോസ് സന്തോഷിക്കുന്നതായിട്ടും ഈ സെഗ്മെന്റിൽ കാണിച്ചിരുന്നു. പിന്നീട് ഷെയ്മസ് പീറ്റ് ഡാൻ ഇവർക്ക് തമ്മിലുള്ള ഡോണി ബ്രൂക്ക് മാച്ച് നടന്നു. അപ്പോൾ ഈ മാച്ച് വന്ന സമയത്ത് ഇതൊരു നോർമൽ മാച്ചായി പോകും എന്നാണ് വിചാരിച്ചത്. എന്നാൽ മാച്ച് സത്യത്തിൽ വേറെ ലെവൽ മാച്ച് ആയിട്ടുണ്ട്. രണ്ടുപേരുടെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ഷെയ്മസിന് കുറച്ച് നാളുകൾക്ക് ശേഷം നല്ലൊരു മാച്ച് കിട്ടിയ സന്തോഷവും ഈ മാച്ച് കണ്ടപ്പോൾ വന്നിരുന്നു. മാച്ചിന്റെ പകുതിക്ക് വെച്ച് ഇവർ റിങ്ങിന് പുറത്തെല്ലാം പോയി ഫൈറ്റ് ചെയ്യുമ്പോൾ അവിടെ വെച്ചിട്ടുള്ള ക്യാൻ്റെ മുകളിലെല്ലാം കയറി നിന്ന് ഷെയ്മസ് പീറ്റ് ഡാൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവസാനം റിങ്ങിന് പുറത്ത് വെച്ചിട്ടുള്ള ഡബിൾ ടേബിളിന്റെ മുകളിൽ അവിടെ നിന്നും ഷെയ്മസ് ഒരു വൈറ്റ് നോയ്സ് എല്ലാം പീറ്റ് ഡാൻ ചെയ്ത് ആ ടേബിൾ ഉൾപ്പെടെ പൊട്ടിച്ചുകൊണ്ട് വീണ്ടും റിങ്ങിൽ കൊണ്ടുവന്ന് മാച്ച് അവസാനിപ്പിക്കാൻ നോക്കും. എന്നാൽ പീറ്റ് ഡാൻ അതെല്ലാം കിക്ക് ഔട്ട് ചെയ്തു. മാച്ചിന്റെ അവസാനത്തിൽ പീറ്റ് ഡാൻ ഷെയ്മസിന്റെ കൈയെല്ലാം ലോക്ക് ചെയ്ത് വെച്ച് ക്രിക്കറ്റ് ബാറ്റ് എല്ലാം കൊണ്ടുവന്ന് അറ്റാക്ക് ചെയ്തു. എങ്കിലും ഷെയ്മസ് അതെല്ലാം കിക്ക് ഔട്ട് ചെയ്തു. അവസാനം ഷെയ്മസ് കെട്ടിവെച്ച കൈയുമായി പീറ്റ് ഡാന് ഒരു ബ്രോക്കിക് ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ ഷെയ്മസ് ആണ് വിൻ ചെയ്തത്. അപ്പോൾ ഈ മാച്ച് മൊത്തത്തിൽ അടിപൊളി മാച്ചായിരുന്നു. നിങ്ങൾക്ക് ഈ മാച്ച് ഇഷ്ടപ്പെട്ടോ എന്ന് കമന്റ് ചെയ്യുക. എന്തായാലും ഷെയ്മസിന്റെ ഒരു നല്ല മാച്ച് കണ്ടതിൽ വളരെയധികം സന്തോഷം. പിന്നീട് ബാക്ക് സ്റ്റേജിൽ ആഡ് പിയേഴ്സ് NXTയിലുള്ള എവ റെയിൻ ഇവരെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുൻ NXT ചാമ്പ്യൻ ഈത്തൻ പേജ് അവിടെ വന്നുകൊണ്ട് CM പങ്ക് സ്പെഷ്യൽ ഗസ്റ്റ് റെഫറിയായി വന്നതുകൊണ്ടാണ് താൻ തോറ്റത്, അല്ലെങ്കിൽ CM പങ്കിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ ആഡം പിയേഴ്സിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആഡം പിയേഴ്സ് പറയുന്നുണ്ട് ആ മാച്ച് ബുക്ക് ചെയ്തത് ഞാനല്ല, അത് എവയാണ് എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെയെല്ലാം ഇവർ ഈ സെഗ്മെന്റിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ NXTയിലുള്ള സെക്സി റെഡ് വരുന്നതായിട്ടും വന്നതിന് ശേഷം ഈത്തൻ പേജിനെ ഭയങ്കരമായി കളിയാക്കും. അതായത് ട്രിക് വില്യംസിന്റെ കൂടെ തോറ്റ കാര്യത്തെ പറ്റിയെല്ലാം പറഞ്ഞുകൊണ്ട്. പിന്നീട് 10 വുമൺ ടാഗ് ടീം മാച്ച് ഷെയ്ന ബേസ്നർ, സോയി സ്റ്റാർക്ക്, സോണിയ ഡിവൽ, ആൽബ ഫയർ ആൻഡ് ഐല ഡോൺ ഫോഴ്സസ് നറ്റാലിയ, കേറ്റൻ കാർട്ടർ, കറ്റാന ചാൻസ് ആൻഡ് ലൈറ വാൽക്കീരിയ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ച് നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. ഈ മാച്ചിന്റെ അവസാനത്തിൽ ലൈറ വാൽക്കീരിയ ഫിനിഷറൊക്കെ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ലൈറ വാൽക്കീരിയ ടീമാണ് വിൻ ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അത് വളരെയധികം നല്ല കാര്യമായിട്ടാണ് തോന്നിയത്. കാരണം ഈ അടുത്തൊക്കെ ലൈറ വാൽക്കീരിയ തോറ്റുകൊണ്ടിരിക്കുന്നതായിട്ടാണ് WWE കാണിക്കുന്നത്. പിന്നെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് പറയാൻ വിട്ടുപോയി, അത് ഇപ്പൊ പറയാം. WWE അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻ കോഡി റോഡ്സിന്റെ സെഗ്മെന്റ് ആണ് അത്. അപ്പോൾ ആ ഒരു സെഗ്മെന്റിൽ കെവിൻ ഓവൻസ് അറ്റാക്ക് ചെയ്ത കാര്യത്തെ പറ്റിയെല്ലാം ചോദിച്ചു. എങ്കിലും കോഡി റോഡ്സ് ചാമ്പ്യൻ ഫോഴ്സസ് ചാമ്പ്യൻ മാച്ച് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം സാമി സൈൻ അവിടെ വന്നുകൊണ്ട് പറയുന്നത് ഞാനാണ് നിന്നെ ക്രൗൺ ജുവലിൽ നേരിടാൻ പോകുന്നത് എന്നൊക്കെയാണ്. അപ്പോൾ കോഡി റോഡ്സ് പറയുന്നത് നീ പോയി ചാമ്പ്യൻഷിപ്പ് ജയിച്ചു വരാനാണ്, അതായത് റസൽമേനിയയിൽ നീ ലോകത്തെ ഞെട്ടിച്ചു, അതേപോലെ തന്നെ ഇന്നും നീ ലോകത്തെ ഞെട്ടിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് ഈ ഒരു ലെവലിലെല്ലാം പറഞ്ഞ് അഭിനന്ദിക്കുന്നതായിട്ട് കാണിച്ചിരുന്നു. പിന്നീട് റോ എപ്പിസോഡിൽ മെയിൻ ഇവന്റായി നടന്നത് വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻ ഗന്തർ വേഴ്സസ് സാമി സെയിൻ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ വേറെ ലെവൽ മാച്ചായിട്ടാണ് ഈ മാച്ച് തോന്നിയത്. പ്രത്യേകിച്ച് ഈ മാച്ചിന്റെ ക്ലൈമാക്സ് അടിപൊളിയായിട്ടുണ്ട്. മാച്ചിന്റെ ക്ലൈമാക്സോട് കൂടിയിട്ട് സാമി സെയിനും ഗന്തറും കൂടി റിങ്ങിന് പുറത്ത് പോയി ഫൈറ്റ് ചെയ്യുമ്പോൾ സാമി സെയിൻ ഒരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് ഫാൻസിന്റെ സൈഡിലുള്ള ബാരിക്കേഡിന്റെ അവിടെ വെച്ചുകൊണ്ട് ഒരു ഹെലോ കിക്ക് കൊടുത്ത് കഷ്ടപ്പെട്ട് ഗന്തറിനെ റിങ്ങിലേക്ക് കയറ്റി. പിന്നീട് മറ്റൊരു ഹെലോ കിക്കും കൊടുത്ത് ശേഷം അവസാനമായിട്ട് ഒരെണ്ണം കൂടി കൊടുക്കാൻ നോക്കിയെങ്കിലും ഗന്തർ തിരികെ അറ്റാക്ക് ചെയ്ത് സാമി സൈനെ പവർ ബോംബ് ചെയ്തു. പക്ഷെ സാമി സൈൻ അത് കിക്ക് ഔട്ട് ചെയ്തു. ദേഷ്യം വന്ന ഗന്തർ വീണ്ടും സാമി സൈനെ മറ്റൊരു പവർ ബോംബ് ചെയ്തപ്പോൾ സാമി സൈൻ ഒന്നാമത്തെ കൗണ്ടിൽ തന്നെ കിക്ക് ഔട്ട് ചെയ്തു. അതുകൊണ്ട് ഗന്തർ പേടിച്ച് നിൽക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ഷോക്കായി നിൽക്കുന്നതായിട്ട് ഒരു വേറെ ലെവൽ സീൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഗന്തർ സ്ലീപ്പർ ലോക്ക് എല്ലാം ചെയ്ത് സാമി സൈനെ ലോക്ക് ചെയ്ത് പിടിച്ചു. അതിൽ നിന്നും സാമി സൈൻ എസ്കേപ്പ് ആവാൻ നോക്കിയെങ്കിലും അവസാന നിമിഷം സാമി സൈൻ ആ ഒരു ലോക്കിൽ പെട്ടുപോയി. അവസാനം ഗന്തർ ആ മാച്ചിൽ വിൻ ചെയ്തു, അതായത് ലോക്ക് ഉപയോഗിച്ചുകൊണ്ട്. പിന്നീട് ഗന്തർ സെലിബ്രേറ്റ് ചെയ്ത് പോകാൻ നോക്കുന്ന സമയത്ത് അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻ കോഡി റോഡ്സ് വന്നുകൊണ്ട്
ഇവർക്ക് തമ്മിൽ ഒരു ഫേസ് ടു ഫേസ് സെഗ്മെന്റ് പോലെ കാണിച്ച് ഇന്നത്തെ റോ എപ്പിസോഡ് എൻഡ് കാർഡ് കാണിച്ച് അവസാനിപ്പിച്ചു. അപ്പോൾ ഇന്നത്തെ 2 hour റോ എപ്പിസോഡ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.